ഇന്ത്യയിൽ RSSും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബദ്ധശത്രുതയിലാണ് എന്നത് വിശദീകരിക്കാൻ പ്രത്യേകിച്ച് ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരെ അവർ കളിയാക്കുന്നതിന് ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ചങ്കിലെ ചൈനയിൽ നിന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശനത്തിനെത്തി. അവർ ആദ്യം പോയത് ഡൽഹിയിലെ BJP ഓഫീസിലേക്കാണ്. ഡൽഹിയിലെ BJP ഓഫീസിൽ വെച്ച് അവർ RSSൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. എന്താണാവോ അവർ നടത്തിയ ചർച്ചയുടെ ഉള്ളറ എന്ന് പറയുന്നത്? പ്രത്യയശാസ്ത്രപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സൂയി ഹിയാം ആണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം ഇന്ത്യയിലെ RSS നേതാക്കളുമായിട്ടും BJP നേതാക്കളുമായിട്ടും ചർച്ച ചെയ്തു. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കളായിട്ടോ ചർച്ച ചെയ്തില്ല. MA ബേബിയെ കാണാനായിട്ട് ആ സംഘം തയ്യാറായില്ല. അല്ലെങ്കിൽ അവരുടെ കാര്യപരിപാടിയിൽ MA ബേബിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയില്ലായിരുന്നു. നോക്കൂ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് MA ബേബി ചൈനയിൽ പോവുകയും അവിടുത്തെ വൈസ് പ്രസിഡൻറ്റുമായിട്ട് അന്ന് ഈ വൈസ് പ്രസിഡൻറ്റുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവരിവിടെ എത്തിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണങ്ങൾ നടന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് ചോദിച്ചാൽ, ചൈനയും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്തായിട്ട് പല നയതന്ത്ര കാര്യങ്ങളിലും അടുത്തിടപഴകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ശത്രുതയുടെ ഫലമായിട്ട് ഇന്ത്യയുടെ പല കാര്യങ്ങളും നേടുന്നതിനും അതേപോലെ തന്നെ നടപ്പിലാക്കുന്നതിനും ചൈനയും റഷ്യയുമായിട്ട് അടുക്കാനായിട്ട് തുടങ്ങിയിരുന്നു. ഇപ്പോൾ ചൈനയും റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയിൽ നിന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ BJP നേതാക്കളെയും RSS നേതാക്കളെയും കണ്ടത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ വളരെ കൂടുതൽ പ്രാമുഖ്യം അവർ RSSന് കൊടുക്കുന്നു. അപ്പോൾ RSS എന്തിന് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് ചുവന്ന പരവതാനി വിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്.